പ്രസ്ഥാനങ്ങൾക്കും യാതൊരു സാന്നിധ്യമില്ലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിലും എന്റെ വളരെ ചെറിയ കാലഘട്ടത്തിൽ, എന്റെ ചെറിയ വയസ്സിൽ 17-18 വയസ്സുള്ള സമയങ്ങളിൽ ഈ കുന്നത്തോട് പ്രദേശത്ത് ഇവിടെ അന്നൊരു നടപ്പാലം, ഒരു തടിയിട്ടൊരു പാലം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഞങ്ങളിവിടെ മീൻ പിടിക്കാൻ വരുമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ RSSകാരും അന്ന് BJPയുടെ സാന്നിധ്യം, BJP എന്ന രാഷ്ട്രീയ പാർട്ടി ശരിക്കും ഇവിടെ പ്രവർത്തനം വേരോടി തുടങ്ങിയിട്ടില്ല. അതുള്ള രാഷ്ട്രീയ സ്വയംസേവവും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമാണ്. ആ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ ആണെന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ തിരിച്ച് ചിലപ്പോൾ വരുന്ന എനിക്കോ എന്റെ സഹപ്രവർത്തകർക്കോ തിരിച്ച് ആംബുലൻസിൽ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ഈ പ്രദേശങ്ങളിൽ. പക്ഷേ ഇന്ന് രാജ്യം ഭരിക്കുന്ന ലോഹാരാജനായ നരേന്ദ്രമോദിജി ഈ രാജ്യം ഭരിക്കുമ്പോൾ അതിനൊത്ത് ഈ പ്രദേശവും, ഈ നമ്മുടെ കുഴിമളയും കരിമണലും കുളത്തൂരും ഈ പരിസര പ്രദേശങ്ങളും ഭാരതീയ ജനതാ പാർട്ടിക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും അടിത്തറ പാകിക്കൊണ്ട് മാത്രമല്ല വളരെയധികം ജനകീയ മുന്നേറ്റമാക്കിക്കൊണ്ട്, ജനകീയ മുന്നേറ്റം നടത്തിക്കൊണ്ട് ഇവിടെ നമ്മുടെ മുന്നിൽ തന്നെ നിങ്ങൾ തന്നെ മുന്നിലോട്ട് കൊണ്ടുവച്ചിരിക്കുന്ന 2 ജനപ്രതിനിധികളാകാൻ നിങ്ങൾ തന്നെ നിശ്ചയിച്ചിട്ടുള്ള 2 പേർ അത് വ്യക്തമായ ഉദാഹരണമാണ്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വരാൻ പോകുന്ന 9-ാം തീയതി, നേരത്തെയൊക്കെ നമ്മൾ പറയുമ്പോൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ എന്നല്ല പറയുന്നത്, വരാൻ പോകുന്ന 9-ാം തീയതി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു കരുത്തുറ്റരായ ആൾക്കാരെ, പ്രതിനിധികളെ ഈ പ്രദേശത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഇന്നേ നിങ്ങൾ സജ്ജരായി എന്നാണ് ഇവിടുത്തെ ആവേശജലമായിട്ടുള്ള ഈ പരിപാടി കണ്ടപ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത്. പ്രതികൂല കാലാവസ്ഥയായിരുന്നിട്ട് പോലും ഇത്രയും അധികം അമ്മമാരും പെങ്ങന്മാരും കുട്ടികളും നമ്മുടെ സഹപ്രവർത്തകരും സഹോദരന്മാരും ഇന്നിവിടെ ഈ വേദിയിൽ സന്നിഹിതരാണ്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും അത് കഴിഞ്ഞുണ്ടാകുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് മുഴുവനും ഏത് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാലും, ഏത് വാർത്ത എടുത്തു നോക്കിയാലും എതിർക്കുന്നത് അത് UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ എതിർക്കുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയാണ്. എന്താ അവർ തമ്മിൽ എതിർക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്കൊരു 20 കിലോമീറ്റർ അപ്പുറത്ത് അമരവള കഴിഞ്ഞാൽ ഇവിടെ നിന്നും തമ്മിൽ പോരടിച്ചു പോകുന്ന LDF UDFകാരനും അങ്ങ് ഇത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലെത്തിയാൽ അവർ ഒരു മുന്നണിയായി, ഇന്ത്യ മുന്നണി. അവര് പറയുന്നു ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യ എന്നല്ല പറയുന്നത്. ഇന്ത്യ മുന്നണിയായി അവർ ഒരുമിച്ച് കൂടി നിന്ന് അങ്ങ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുവാനും ഈ നാടിൽ BJP സർക്കാർ കൊണ്ടുവരുന്ന നല്ല നയങ്ങളെയും നടപ്പുകളെയും അത് വിമർശിക്കുവാനും അതിനെ കരിവാരി തേക്കുവാനും വേണ്ടി മാത്രം പാർലമെന്റിലേക്ക് ഇവിടുന്ന് അയക്കപ്പെട്ടിട്ടുള്ള ഒരു 19ഓളം പേര് പാർലമെന്റിലുണ്ട്. അതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്താലും അവർ തമ്മിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളെയും അങ്ങേയറ്റം എതിർക്കുകയും അത് ജനങ്ങളുടെ ഇടയിലേക്ക്, പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും അവരുടെ മുന്നിലേക്ക് എത്തിക്കാതെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ, ഞാനിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഈ പ്രവർത്തനത്തിനിടയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. എന്റെ സുഹൃത്ത് മണികണ്ഠൻ ഇവിടെയുണ്ട്. മണികണ്ഠൻ അത് സവിസ്തരം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 35 വർഷക്കാലമായി തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായിട്ടുള്ള അഴിമതികൾ കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രത്യേകം പറയുന്നത് LDF വരും, എല്ലാം ശരിയാവും, മീഡിയം LDF എന്ന് പറഞ്ഞുവന്ന കാലത്ത് കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരും ആ പിണറായി സർക്കാരിന്റെ തണലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള അഴിമതിയും കൊള്ളയും, കള്ളത്തരങ്ങളും അഴിമതിയും കൊള്ളകളും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ട പെൻഷൻ കാശും, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും, പട്ടികജാതി പട്ടുതട്ടിപ്പും, കുട്ടികൾക്ക് കിട്ടേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒന്നും കൊടുക്കാതെ ഇതെല്ലാം കീശയിലാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട് അയച്ചിരുന്ന പ്രതിനിധികൾ ഈ അഴിമതിക്ക് കൂട്ടുനിന്നുകൊണ്ട് ഏറ്റവും ചെറിയ പ്രായക്കാരെ, ലോകത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള ഒരു പദവി നേടിക്കൊടുത്തിട്ടുള്ള ശ്രീമതി ആര്യ രാജേന്ദ്രൻ എന്ന മേയർ എന്താണ് കാട്ടിക്കൂട്ടിയത് ഞാൻ നിങ്ങളോടൊന്നും സവിസ്തരം ഇപ്പോൾ വിസ്തരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തെന്നാൽ
ഈ നാട് ഡിജിറ്റൽ യുഗത്തിലേക്ക് പോയി കഴിഞ്ഞു. എന്റെയും നിങ്ങളെയും കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊക്കെ പല പരിപാടികളും ഇതുപോലെ കേൾവിക്കാരായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മുന്നിൽ നിന്ന് ആൾക്കാർ പറയാറുണ്ടായിരുന്നു, ലോകം വിരൽത്തുമ്പിലേക്ക് വരികയാണ്. അന്ന് ഞാൻ എന്താണ് വിരൽത്തുമ്പിലേക്ക് വരുന്നത്? അവരും അപകടമില്ല, നമുക്കറിയില്ല. പക്ഷെ ഇന്ന് നമുക്കറിയാം, ഞാനും നിങ്ങളും നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന ഫോൺ മാത്രം മതി, നമ്മുടെ വിരലും മതി. ഈ ലോകത്ത് എന്ത് നടക്കുന്നുവെന്നും ഈ ലോകം എങ്ങോട്ടാണെന്നും ഇത് ഏത് ദിശയിലേക്കാണ് പോകുന്നതും ഓരോരുത്തരും കാട്ടിക്കൂട്ടുന്ന പൊള്ളത്തരവും കള്ളത്തരവും എല്ലാം, നല്ലതും ചീത്തയും എല്ലാം ഞാനും നിങ്ങളും ഒന്ന് നമ്മുടെ വീട്ടിലിരുന്നാൽ മതി. ആരും മൈക്ക് കെട്ടി പ്രസംഗിക്കേണ്ട കാര്യമില്ല. ആ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കോർപ്പറേഷൻ നടന്നിട്ടുള്ള അഴിമതികളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ ഫോണിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. 9-ാം തീയതി നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്ന ഇലക്ഷനിൽ, അത് കഴിഞ്ഞ് 13-ാം തീയതി നടക്കാൻ പോകുന്ന വോട്ടെണ്ണുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്തിരിക്കുന്നത് ഹരിത കുങ്കുമ കാവ്യ പതാക അത് എന്ത് നടക്കുന്ന രാഷ്ട്രീയക്കാരനായ ഒരു സ്വയം സേവനായിരിക്കണമെന്നും ആ സ്വയം സേവന പൂർണ്ണ പിന്തുണ കൊടുക്കുവാനായിട്ട് നമ്മുടെ പ്രദേശത്ത് നിന്ന് ശ്രീ രാജേന്ദ്ര ചേട്ടനെയും നമ്മുടെ പ്രിയപ്പെട്ട അനുജത്തി ശ്രീ കാവ്യയെയും ഈ പ്രദേശത്ത് നിന്ന് ജയിപ്പിച്ച് നമ്മുടെ മെമ്പർമാരായി നമ്മുടെ പ്രതിനിധികളായി അയക്കണമെന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് സവിനയം എല്ലാവരോടും വരാൻ പോകുന്ന ഈ പ്രവർത്തനത്തിന് വേണ്ടി പങ്കാളിയായിക്കൊണ്ട് ഈ പ്രദേശത്ത് രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഇനിയും വലുതായി മുന്നോട്ട് നോക്കി ഈ ഒരു പ്രദേശം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അറിയാം. ഈ ഒരു പ്രദേശം ഡിജിറ്റൽ യുഗത്തിന്റെ സാങ്കേതിക വിദ്യയുടെ ഈറ്റില്ലമാണ് നമ്മുടെ ഈ പ്രദേശം. ഈ പ്രദേശത്തെ ഇനിയും വികസനങ്ങൾ കൂടാനുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഇനിയും കൂടാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വെള്ളക്കെട്ടുകളെല്ലാം നമുക്കറിയാം. ഈ ഒരു നല്ലൊരു മഴ പെയ്താൽ നമ്മുടെ ടെക്നോ പാർക്കിന്റെ ഫേസ് 3യുടെ ഭാഗത്ത് താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം നമുക്കറിയാം. ഇതിനെല്ലാം നമുക്കൊരു അറുതി വരുത്തണം. അതിന് ഭാരതീയ ജനതാ പാർട്ടി കരുത്തുറ്റവരായിട്ടുള്ള കഴിവുള്ളവരായിട്ടുള്ള അഴിമതിയുടെ കറ ലെവലേശമുള്ളവരാത്ത നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അയക്കാൻ വേണ്ടിയിട്ട് വൻ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ വിജയിപ്പിക്കണമെന്നും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ